ഇന്ന് നമ്മൾ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇപ്പോൾ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ കാര്യമായിട്ട് സമയമൊന്നുമില്ല, പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്, ഒരു ഡെസേർട്ട് റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ റോബസ്റ്റ പഴമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചിക്കിറ്റ പഴം എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ടല്ലോ, അത്യാവശ്യം പഴുത്തിട്ടുള്ള ഒരു 2 പഴം എടുക്കുക. ഇത് ആദ്യം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാനിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കുക. തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് കരിയിച്ചെടുക്കരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയ തീയിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കളർ മാറി വരട്ടെ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി, സ്പൂൺ വെച്ച് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് ചെറുതായിട്ട് കളർ മാറി തുടങ്ങുന്നുണ്ട്. ഇനി പെട്ടെന്ന് കളർ മാറും കേട്ടോ, കാരണം കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇനി ഒരു 1.5 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഉപ്പുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക, ഗ്യാസ് ചെറിയ തീയിലാക്കിയിട്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മുസമ്പിയുടെ തോല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് മുറിച്ചിട്ട് നല്ലൊരു ഫ്ലേവറാണ് ഇതുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരമലിൽ മിക്സായിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഴം ഇതുപോലെ ഒരു പഴം നീളത്തിൽ മുറിക്കുക, 2 പീസായിട്ട് അങ്ങനെ മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരു കാരമലിൻ്റെ സോസ് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുക. 2 ഭാഗത്തേക്കും കാരമൽ സോസ് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, ഒരു 30-40 സെക്കൻഡ് തന്നെ മതിയാവും. കാരണം ഈ പഴം ആയതുകൊണ്ട് ഒരുപാട് വെന്തൊടയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് മനസ്സിലാവും ഇതിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ. പിന്നെ ഈ സമയത്തും ഇത് ചെറിയ തീയിൽ വെക്കേണ്ട കാര്യം മറന്നു പോകരുത്, അല്ലെങ്കിൽ കാരമൽ കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും വരും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക ആദ്യം. ഇത്രയേ ഉള്ളൂ ഈ പഴം ഒന്ന് കാരമലാക്കിയെടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പഴം ചെറുതായിട്ടൊന്ന് ചൂടാറുന്ന സമയത്ത് പ്ലേറ്റിലേക്ക് എടുക്കുക. സെർവ് ചെയ്യാനുള്ള പ്ലേറ്റിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കണം. ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ ഐസ്ക്രീം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3 ഫ്ലേവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഒരു കാരമൽ സോസ് ഉണ്ടല്ലോ, അത് തന്നെ കുറച്ച് ആക്കി കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ഈ ഒരു പഴം ഐസ്ക്രീമും കൂടെ കൂട്ടി കഴിക്കുന്ന സമയത്ത് നല്ലൊരു സ്വീറ്റായിട്ട് തന്നെയാണ് കേട്ടോ തോന്നുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എളുപ്പത്തിൽ പെട്ടെന്ന് സമയമൊന്നുമില്ലാത്ത ദിവസങ്ങൾ ഗസ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടേസ്റ്റി റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്